ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എസ്പെഷ്യലി അത് ടീനേജുകാർക്കുള്ളതാണ്. അല്ലാത്തവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ? അതായത് ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് തളർന്ന പോലെ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ മടി കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു സ്നേഹം, ആ ഒരു ലവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഡെയിലി കൃത്യമായിട്ട് നിസ്കരിക്കണം, ഖുർആൻ എന്നും ഓതണം, അള്ളാഹുവിനോട് ഒരുപാട് അടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ്, നിങ്ങൾ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവസാനമില്ലാതെ നിങ്ങളിങ്ങനെ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടോ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതിന് പറ്റുന്നില്ല. സോ ഇന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ്, ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ച് കൂടുതൽ അള്ളാഹുലേക്ക് ക്ലോസ് ആവാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ മടിയുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും വീക്കല്ല, നിങ്ങൾ ഒരിക്കലും തോറ്റുപോയിട്ടില്ല. ഓരോ തവണ നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെന്നില്ലാത്തൊരു പ്ലഷർ, ആ ഒരു സമയത്ത് മാത്രം കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. അത് നിങ്ങളുടെ ബ്രെയിനിനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സമയം ഫോൺ ആവശ്യമില്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ചിന്തിക്കാൻ കഴിവില്ലാതെയാവും. അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ നിസ്കരിക്കുന്നതും ഈ ഖുർആൻ ഓതുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എഫേർട്ട്, ഒരു പണി പോലെ നമുക്ക് തോന്നും. നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ്സ് ഓക്കെ. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരാവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ബിഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോ കാണുന്നതിലൂടെ ചെയ്തിരിക്കുന്നു. നമ്മളുടെ കൺട്രോൾ പോലും ഇല്ലാതെ ഫോണും ലാപ്ടോപ്പും അങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസസിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുമ്പോൾ നമ്മൾ അങ്ങനെ ആവുന്നത് അത് നമ്മൾക്ക് സന്തോഷം നൽകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത്ര സമയം ആ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ട്. നമ്മളത് കാണുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ഒരു സന്തോഷമുള്ളൂ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വീഡിയോ ആണ് കണ്ടത് എന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ആ സമയത്താണ് ശൈത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് പറയും, അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, നാളെ മുതൽ നന്നാവാം എന്നിങ്ങനെയുള്ളൊക്കെ വിസ്പേഴ്സ്. ശൈത്താൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിനോട് പിന്നെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ട്രിക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിൽ വീഴാൻ പാടില്ല. നമ്മളത് തിരിച്ചറിഞ്ഞ് തിരികെ നമ്മൾ അള്ളാഹുലേക്ക് ഫുൾ പവറോടെ പോകണം. അന്ന് അള്ളാഹുവിനെ അനുസരിക്കാൻ ശൈത്താന് ഒരുപാട് മടിയുണ്ടായിരുന്നു. ആ ഒരു മടി ശൈത്താന് എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി മാറ്റി. അതുകൊണ്ട് ആ ഒരു മടി നമ്മളിലും ഉണ്ടാവരുത്. നമ്മൾ എന്നേക്കുമായി ആ മടിയിൽ നമ്മൾ ട്രാപ്പായി നമ്മൾ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം, ഈ ഒരു ദുനിയാവ് എന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ്. നെക്സ്റ്റ് നമ്മുടെ ആഖിറമാണ് എക്കാലവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു ദുനിയാവിൻ്റെ ട്രാപ്പിൽ, ഈ ഒരു കുഴിയിൽ നമ്മൾ വീഴാതെ നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങണം. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മളെയാണ് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടത്. സത്യമാണ്, ഈ ദുനിയാവിൽ ഒരുപാട് ഫണ്ണായിട്ടുള്ള, ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് സമയം നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീരീസ് കാണുന്നതും പാട്ട് കേൾക്കുന്നതും അങ്ങനെ ഒരുവിധം എല്ലാം ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുപാട് സമയം ഈ ഒരു ഫോണ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഒരു നിസ്കാരം കളയാക്കിയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചെറിയൊരു വേദന, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയാണ് അതിന് ഈ ഒരു ജീവിത രീതി പറ്റുന്നില്ല. നിങ്ങളുടെ ആത്മാവ്
റിയൽ ആയിട്ടുള്ള, അതായത് ശരിക്കുമുള്ള ലോകത്തെ മിസ് ചെയ്യാണ്. അത് നമ്മുടെ ആഖിറമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ശരിക്കും ട്രൂ ആയിട്ടുള്ള ഒരു സമാധാനം ലഭിക്കുന്നത് അത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ്. അതല്ലാതെ മറ്റേതൊരു കാര്യവും നമ്മുടെ ഹൃദയത്തെ നിറക്കാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടായിട്ടോ, നല്ലൊരു ശമ്പളം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ എല്ലാ സുഖസൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് ഒരു ശരിക്കുമുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം നമ്മളുടെ ഹൃദയത്തെ നിറക്കാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. നിങ്ങൾ സ്വർഗത്തിലാണ്. ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഒരു അസുഖമോ ഒരു പേടിയോ ഇല്ലാത്തൊരു സ്ഥലത്ത് ജസ്റ്റ് സന്തോഷവും സമാധാനവും മാത്രം. നിങ്ങൾ എപ്പോഴും എന്നേക്കുമായിട്ട് ഫോർ എവറായിട്ട് അവിടെ ജീവിക്കും. നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും. നമ്മളുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടും. ഫൈനലി സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീടാണെന്ന് തോന്നും. അങ്ങനെ അവസാനം നിങ്ങൾ സ്വർഗത്തിൽ വെച്ച് പറയാണ്, യെസ്, ഞാൻ ചെയ്തു, ഇവിടം വരെ ഞാൻ എത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാലും, അല്ലെങ്കിൽ എത്ര വേദനയോ എത്ര വലിയ അസുഖമോ ഉണ്ടായാലും സ്വർഗം ഇതിനെല്ലാം വിലയുള്ളതാണ്, ഇതിനെല്ലാം വേർത്താണ്. അതാണ് ശരിക്കുമുള്ള നമ്മളുടെ വീട് എന്ന് പറയുന്നത്. അതിവിടെയല്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു മുസ്ലിമായിട്ട് ഇനി തൊട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. ജസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 5 നേരവും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നേരം നിസ്കരിച്ച് തുടങ്ങുക. ഖുറാനിലെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും ഓതി തുടങ്ങുക. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ നമുക്ക് നല്ലൊരു മുസ്ലിം ആവാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കും അത് യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.